സുഹൃത്തുക്കളെ, നമ്മളിൽ മിക്ക ആളുകളും കുടവയറെന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നും ആക്കാറില്ല. പക്ഷേ ഒരു കുടവയറുള്ള ഒരാളുടെ വയറിനകത്തത്തെ അവസ്ഥയാണിത്. ഈ മഞ്ഞ കളറിൽ കാണുന്ന ഇതെല്ലാം വിസറൽ ഫാറ്റ് എന്ന് പറയും. ഈ വിസറൽ ഫാറ്റാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത്. ഇത് മൂലം എന്താ പറയുക, ചെറുകുടല് വൻകുടല് ഇതിനൊന്നും നേരെ പ്രവർത്തിക്കാൻ പോലും പറ്റാതിരിക്കുക. അതുപോലെ തന്നെ ഹൃദയമെല്ലാം മൂടിയിരിക്കുക ഈ വിസറൽ ഫാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിസറൽ ഫാറ്റ് വരുന്നത് വന്നിട്ട് നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയും വ്യായാമക്കുറവും കൊണ്ടാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിസറൽ ഫാറ്റിനെ നിങ്ങളൊരു വലിയ കാര്യമായിട്ട് കാണണം. നമുക്ക് കുടവയറെന്ന് പറയുമ്പോൾ ആരും വലിയ കാര്യമൊന്നും ആക്കാറില്ല. ഒരു കുടവയറുള്ള ഒരാൾക്ക് ഇതേ അവസ്ഥയായിരിക്കും അവരുടെ വയറിനകത്ത്. ഇത്രയും ഫാറ്റ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാറ്റ് പോകണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഊർജ്ജത്തെക്കാൾ കൂടുതൽ ഭക്ഷണത്തിലൂടെ എടുക്കുമ്പോഴാണ് ആ ഊർജ്ജം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ വിസറൽ ഫാറ്റ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം, ലിവറിന്റെ പ്രവർത്തനം, ചെറുകുടലിന്റെ വൻകുടലിന്റെ ഇതിന്റെയൊക്കെ പ്രവർത്തനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു നൂഡിൽസ് പാക്കറ്റാണ്. ഈ ഒരു നൂഡിൽസ് പാക്കറ്റ് ഇതിൽ തന്നെ ഒരു 350 കലോറി ഉണ്ട് ഇതിനകത്ത്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അവർ 350 കലോറി ഉണ്ട്. ഇത് പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്ത് വരുമ്പോൾ മിനിമം ഒരു 500 കലോറിയെങ്കിലും ആവും. അപ്പോൾ ഇതേമാതിരത്തെ ഒരു 3 അല്ലെങ്കിൽ 4 പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള നമ്മുടെ കലോറി ആയി. പക്ഷെ നമ്മൾ അതിൽ നിൽക്കുന്നില്ലല്ലോ. നമ്മുടെ ഇഷ്ടം പോലെ വേറെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരാൾക്ക് മിനിമം ഒരു 1500 to 2000 കലോറി മതി. നമ്മൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ അതിലൊരു 300-400 കലോറിയാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഈ വിസറൽ ഫാറ്റിനെ അലിയിച്ച് കളയണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമുക്കിപ്പോൾ ഒരു ദിവസം 2000 കലോറി ആവശ്യമുണ്ടെങ്കിൽ ഒരു 1500 കലോറി 1600 കലോറി എടുക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം നമ്മുടെ ശരീരം തന്നെ ഫാറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഈ ഒരു വിസറൽ ഫാറ്റിനെ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. എല്ലാവർക്കും ഒരു ആരോഗ്യകരമായി ചെയ്യുമെന്നായിരുന്നു. താങ്ക് യു.